നിങ്ങൾക്കും ആകാം കോടീശ്വരൻ എന്നുള്ള പരിപാടിയൊക്കെ. അതിലൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എല്ലാ പ്രതിഫലങ്ങളും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ചെയ്തത്. ഇതുപോലെ ഏത് നേതാവ് ചെയ്തിട്ടുണ്ട്? സ്വന്തം പോക്കറ്റ് വീർപ്പിക്കല്ലാണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ നാടിന് നന്മ ഉണ്ടാവണമെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾ ജയിക്കണം. സുരേഷ് ഗോപി 100% ജയിക്കും. സുരേഷ് ഗോപി 100% ജയിച്ചിരിക്കും. ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും. ഞങ്ങൾ അതിനു വേണ്ടിയല്ലേ പരിശ്രമിക്കണേ. സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ ഈ കേരളത്തിൽ സംഭവിക്കണമെങ്കിൽ തൃശ്ശൂർ ഒരു കേന്ദ്രമന്ത്രി നമുക്ക് വേണ്ടേ? സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ പിന്നെ ആര് ജയിക്കാൻ പോണേ? ഞങ്ങൾ തൃശ്ശൂർ അങ്ങോട്ട് കൊടുക്കാണ് ചെയ്യണേ. എല്ലാവരും ഇറങ്ങി കൊടുക്കണേ അല്ലേ? നമ്മളെല്ലാവരും കൊടുക്കല്ലേ ചെയ്യണേ തൃശ്ശൂരില്. സുരേഷിക്ക് 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 എന്തുകൊണ്ടാണ് നിങ്ങൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കൊടുക്കണം എന്ന് പറയുന്നത്? സുരേഷ് ഗോപി കഴിഞ്ഞ തവണ ജയിച്ചിട്ടില്ല, വികസനങ്ങൾ ചെയ്തു എന്ന് പറയുന്നു, ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഏതൊക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സുരേഷ് ഗോപിക്ക് ഇത്തവണ തൃശ്ശൂർ കൊടുക്കും എന്ന് പറയുന്നത്? ഞങ്ങളെ തൃശ്ശൂർ കൊടുക്കും എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല ഞങ്ങൾ സുരേഷ് ഗോപിനെ കണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി ഒരു മനുഷ്യസ്നേഹിയാണ്. സുരേഷ് ഗോപി ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്നു, ജനമനസ്സുകളെ പരിശോധിച്ചറിയുന്നു. 2 HIV ബാധിച്ച കുട്ടികളെ ഏറ്റെടുത്തു സുരേഷ് ഗോപി. പിന്നെ എന്താണ് വേണ്ടത് സുരേഷ് ഗോപിക്ക്? മനുഷ്യ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്നുകൊണ്ട് എല്ലാ മനുഷ്യരിലേക്കും സമാധാനവും സ്നേഹവും കൊടുക്കുന്ന ഒരു മനസ്സാണ് സുരേഷ് ഗോപിക്ക്. അതുപോലെ തന്നെ പദയാത്രയ്ക്ക് കരുവന്നൂര് ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഇത്രമാത്രം ജനലക്ഷങ്ങളുടെ കൂടെ ഈ തൃശ്ശൂർ വരെ ആള് സഹിച്ചും ക്ഷമിച്ചും നടന്നു. ഇതുപോലെ ഏത് നേതാവാണ് ഇങ്ങനെ നടന്നിരിക്കുന്നത്? സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹി ജനിച്ചപ്പോഴേ ഒരു മനുഷ്യസ്നേഹിയാണ്. അതെ. എന്നിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ തവണ തോറ്റുപോയി? ഇത്രയും നന്മയുള്ള ഒരു മനുഷ്യൻ, ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരാള്. അതൊക്കെ രാഷ്ട്രീയമായ ഒത്തുകളി. പക്ഷെ നല്ല മനുഷ്യർക്ക് എന്നും ഇങ്ങനെയാണുള്ളത്. പക്ഷെ ഇപ്പോൾ ജനം മനസ്സിലാക്കി തുടങ്ങി. രാഷ്ട്രീയമായി ഒത്തുകളിച്ചാൽ ഒരു മനുഷ്യസ്നേഹിയെ തറപറ്റിക്കാൻ പറ്റുമോ? ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല, പറ്റും. കരുതുന്ന ആൾക്കാരാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാര്, മനസ്സിലായ? അപ്പൊ അവരുടെ രാഷ്ട്രീയം ഉയർത്താൻ വേണ്ടിയിട്ട് എന്ത് നാണം കെട്ട കളിയും കളിക്കും. അവിടെ മനുഷ്യ സ്നേഹത്തിനൊന്നും വിലയില്ല. പക്ഷെ ജനങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. തൃശ്ശൂരിന്റെ നേതാക്കൾ എന്ന് പറഞ്ഞ് ഇവിടെ വാഴ്ത്തി പാടുന്ന സുനില് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഇവിടെ തോറ്റിട്ടും കഴിഞ്ഞ 5 കൊല്ലമായിട്ട് സുരേഷ് ഗോപി ഇവിടെ ജനനന്മയുടെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാരാണ്. ഇരിങ്ങാലക്കുടക്കാർക്ക് കൃത്യമായിട്ട് അറിയാം കരുവന്നൂരില് ഇത്രയും പാവപ്പെട്ട ആൾക്കാരുടെ കാശുകളെല്ലാം പറ്റിച്ചെടുത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലേക്ക്, പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് പോലും എത്താനായിട്ട് ഈ വലിയ വലിയ നേതാക്കൾക്കൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ചിട്ടാണ് ഇവർ കെട്ടിയൊഴിഞ്ഞൊളിച്ച് കൊണ്ടുവരാൻ പോണ്. പക്ഷെ ഞങ്ങളുടെ സുരേഷ് ഗോപി, ഞങ്ങൾ അങ്ങനെ തന്നെ പറയുന്നു, നമ്മുടെ എല്ലാവരുടെയും സുരേഷ് ഗോപി ജനമനസ്സുകളിലുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പ്രവർത്തനം അങ്ങനെയാണ്. ആള് രാഷ്ട്രീയത്തിന് അതീതാണ്. അത് BJP-യിൽ നിന്നതുകൊണ്ട് മാത്രം ആളുകൾ കുറേ പേര് കുറ്റം പറയുന്നുണ്ട്. BJP എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീണ്ടി കൂടാത്തൊരു പാർട്ടിയൊന്നല്ല. നല്ല കാര്യങ്ങൾ തന്നെയാണ് BJP ചെയ്യുന്നത്. ഒരു വർഗീയതും ഇല്ല ഞങ്ങൾക്ക്. ഇല്ല, നിക്കില്ല. ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്. പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി അതെ രാഷ്ട്രീയത്തിന് അതീതമാണ്, നല്ല വ്യക്തി എന്ന് പറയുന്നു. എന്നിട്ടും സുരേഷ് ഗോപി ഇടതുപക്ഷത്താണ്. അപ്പൊ നല്ല വ്യക്തിക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യമില്ലല്ലോ. സുരേഷ് ഗോപി ഞങ്ങളുടെ ജനനേതാവായിട്ട് നിർത്തുന്ന ഒരാളാണ് ഞങ്ങളുടെ സുരേഷ് ഗോപി. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളായിരിക്കണം ഞങ്ങൾ ഇവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥി എന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം അത്രയും ഒരു അഴിമതിയും ഇല്ലാത്ത, ഒരു അഴിമതിയുടെ കറയും പുരളാത്ത ഒരാളാണ് സുരേഷ് ഗോപി. ഈ എത്രമാത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒന്നും പരസ്യപ്പെടുത്താനായിട്ട് ഇഷ്ടപ്പെടാതിരുന്ന ഒരാളായിരുന്നു. കുറച്ചു കാലങ്ങളായി മാത്രം അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ പുറത്തേക്ക് ആളുകൾ കൊണ്ടുവരുന്നുള്ളൂ. മുമ്പ് ചെയ്തതൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ഈ TV-യിലൊക്കെ ഉള്ള പരിപാടികളുണ്ടല്ലോ, ഞാൻ കോടീശ്വരൻ അല്ല നിങ്ങൾക്കും ആകാം കോടീശ്വരൻ എന്നുള്ള പരിപാടിയൊക്കെ. അതിലൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എല്ലാ പ്രതിഫലങ്ങളും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ചെയ്തത്. ഇതുപോലെ ഏത് നേതാവ് ചെയ്തിട്ടുണ്ട്? സ്വന്തം പോക്കറ്റ് വീർപ്പിക്കല്ലാണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ നാടിന് നന്മ ഉണ്ടാവണമെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾ ജയിക്കണം. നമുക്കിവിടെ വേണ്ടത്ര ബേസ് ഉണ്ടായിട്ടില്ല. ഇത്തവണ അങ്ങനെ യാതൊരു വിധത്തിലും സംഭവിച്ചില്ല. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ട് ചേർക്കൽ അതിന് ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ ഓരോ ബൂത്ത് കമ്മിറ്റിയും സുരേഷ് ഗോപിക്ക് വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ ഈ തൃശ്ശൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വരുന്നത് ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലാണ്. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ 93 ബൂത്തുകളുണ്ട്.
ഈ 95 ബൂത്തുകളുണ്ട്. ഈ 95 ബൂത്തുകളിലും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത മണ്ഡലം. ഇതേപോലെ തന്നെയാണ് വിവിധ മേഖലകളിൽ മണ്ഡലത്തിന്റെ പേര് കേരളത്തിലെ 1ാം സ്ഥാനത്തിലായിട്ട് ഇവിടെ പല മേഖലകളിലും നമ്മൾക്കറിയാൻ പറ്റും. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് അതേപോലെയുള്ള നിരവധി പരിപാടികളിൽ ഇരിഞ്ഞാലക്കുട മണ്ഡലം 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഓരോ മണ്ഡലങ്ങളും. ഇടയിട്ട മത്സരം തന്നെയാണ് BJPയുടെ ഈ വരുന്ന ശക്തനായ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെയുള്ള അണിയൊരുക്കങ്ങളും പടയൊരുക്കങ്ങളും എല്ലാം കഴിഞ്ഞു. ഓരോ പഞ്ചായത്തിലും ഓരോ ബൂത്തുകളിലും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് രാഷ്ട്രീയപരമായി ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിടുന്നത്. അതിൽ ഇവിടുത്തെ ഇടതുപക്ഷമോ വലതുപക്ഷമോ നിഷ്പക്ഷമായി പോകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഞങ്ങളുടെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയാൻ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും.